സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 4 വസ്ത്രത്തിന്റെ നാൾവഴികൾ. സിന്ധു നദീതട ജനത ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പരുത്തിയും കമ്പിളിയും. സിന്ധു നദീതട ജനത കയറ്റുമതി ചെയ്തിരുന്ന വസ്ത്രനിർമ്മാണ അസംസ്കൃത വസ്തു പരുത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം കൃഷി നടക്കുന്നത് ഗംഗാതീരത്ത്. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത് നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാർ. അവർ വന്ന ക്രമത്തിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇവിടെ ഇംഗ്ലീഷുകാർ എന്നുള്ളത് ബ്രിട്ടീഷുകാർ എന്നും പറയാം. അപ്പൊ നമുക്കിത് പോഡ ബീഫെ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്ന് പറയാം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള. ചാന്നാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ഉത്രം തിരുനാൾ മഹാരാജാവ്. മാറുമറയ്ക്കാൻ അവകാശം നൽകിയ വർഷം AD 1859. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകം ചർക്ക. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് 1905 ആഗസ്റ്റ് 7. ദേശീയ കൈത്തറി ദിനം ആഗസ്റ്റ് 7. എന്നു മുതലാണ് ദേശീയ കൈത്തറി ദിനമായി ആഗസ്റ്റ് 7 ആചരിച്ചു വരുന്നത്? 2015. ഖാദി പ്രസ്ഥാനം ആരംഭിച്ചതാര്? എന്ന്? ഗാന്ധിജി 1918. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക.